പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ജോൺ സിനയുടെ റിട്ടേണിനെ സംബന്ധിച്ചാണ്. ഇന്ന് രാവിലെ WWE ഒരു ഔദ്യോഗിക വീഡിയോ പുറത്തേക്ക് വിടുകയുണ്ടായി. ജോൺ സിനയുടെ റിട്ടേൺ ഡേറ്റ് കൺഫേം ചെയ്തിട്ടുള്ള ജോൺ സിനയുടെ തന്നെ ഒരു വീഡിയോ ആണ് WWE പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. 2025 റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ജോൺ സിന മത്സരിക്കുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ജോൺ സിനയുടെ WWE കരിയറിലെ അവസാന റോയൽ റംബിൾ മത്സരം മെൻസ് റോയൽ റംബിൾ മത്സരമായിരിക്കും 2025 എന്നുള്ളത് ജോൺ സിന സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ജോൺ സിന പങ്കെടുക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അതിനു മുൻപുള്ള റോ അതുപോലെ തന്നെ സ്മാക്ഡൗൺ എപ്പിസോഡുകളിലും ജോൺസിന ഭാഗമായേക്കാം. അത്തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജോൺസിനയുടെ റിട്ടേണിനെ സംബന്ധിച്ചുള്ള ആ ഒരു ന്യൂസിൽ നമുക്കിപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് മറ്റൊരു സൂപ്പർ താരമായ ഡ്രൂ മാക്കൻഡയറിനെ സംബന്ധിച്ചാണ്. ഡ്രൂ മാക്കൻഡയർ എവിടെ പോയി എന്നുള്ളതാണ് പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നത്. നിലവിൽ ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ഡ്രൂ മാക്കൻഡയറിന് ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നേരിടേണ്ടി വന്ന ചില ഇഞ്ചുറികളാണ് താരത്തെ മാറ്റി നിർത്താനുള്ള മുഖ്യ കാരണം. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഉണ്ടായ ചില നഷ്ടങ്ങൾ, ചിലർ മരിക്കുക വരെ ഉണ്ടായി. അപ്പോൾ അതിന് കാരണവും ഡ്രൂ മാക്കൻഡയർ മാറി നിൽക്കുന്നുണ്ട്. ഫാമിലിക്കൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാനും പിന്നെ ഡ്രൂ മാക്കൻഡയർ CM പങ്ക് തമ്മിലുള്ള സ്റ്റോറിക്ക് കൃത്യമായിട്ടുള്ള ഒരു എൻഡിങ് ഇപ്പോൾ ലഭിച്ചത് കൊണ്ട് തന്നെ ഡ്രൂ മാക്കൻഡയറിൻ്റെ അടുത്ത പാർട്ട് ആരംഭിക്കണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഡ്രൂ മാക്കൻഡയറിനെ മാറ്റി നിർത്തുന്നത്. ഡ്രൂ മാക്കൻഡയർ WWEയുമായിട്ടുള്ള യാതൊരുവിധ പ്രശ്നത്തിലും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. WWE കൃത്യമായിട്ട് ഡ്രൂ മാക്കൻഡയറിനെ പുഷ് ചെയ്യാനുള്ള പ്ലാനുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഡ്രൂ മാക്കൻഡയറിന് കുറച്ച് റെസ്റ്റ് അനിവാര്യമാണ്. റെസ്റ്റ് അത് ഫാമിലിക്കൊപ്പം സമയമായതുകൊണ്ട് തന്നെ ഡ്രൂവിനെ മാറ്റി നിർത്താം എന്നുള്ളൊരു തീരുമാനം ക്രിയേറ്റീവ് ടീമും മാനേജ്മെൻറ്റും എടുക്കുകയായിരുന്നു. താരത്തിൻ്റെ റിട്ടേൺ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപുള്ള റോ സ്മാക്ഡൗൺ വീക്ക്ലി എപ്പിസോഡുകളിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു സർപ്രൈസ് റിട്ടേൺ തന്നെ ഡ്രൂ മാക്കൻഡയറിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചേക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് റോമൻ റീൻസ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്ന പുതിയ വീഡിയോ മെസ്സേജിൽ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. എന്ത് വലുത് വരാനുണ്ട് എന്നുള്ളത് റോമൻ റീൻസ് പറയുന്നുണ്ട്. അപ്പോൾ അത് വലുത് വരാനുള്ള കാരണം തൻ്റെ ഫാമിലി ഒരുമിക്കുമ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഫാമിലി എന്ന് പറയുന്ന മിക്കവാറും ബ്ലഡിലെ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ മെമ്പേഴ്സിനെ ആയിരിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ 5ാമത്തെ മെമ്പർ ആര് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. സെത്തിനെ കൊണ്ടുവരാനുള്ള ചില നീക്കങ്ങൾ ജെ ഊസോ, ജിമ്മി യൂസോ, സാമി സെയിൻ തുടങ്ങിയവർ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോറി ലൈൻ പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് റോമൻ റീൻസിൻ്റെ പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വലുത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു, എല്ലാവരും കാത്തിരിക്കുക. ഫാമിലി ഒരുമിച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് റോമൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇനി വരുന്ന വീക്കിലി എപ്പിസോഡുകളിലെയും പ്രീമിയം ലൈവ് ഇവൻറ്റുകളിലൂടെയും കണ്ടു തന്നെ അറിയാം. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് ആയിരിക്കുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ദി ഷീൽഡിൻ്റെ റിയൂണിയനോട് അനുബന്ധിച്ചുള്ളതാണ്. അതായത് ഇപ്പോൾ സാമി സെയിൻ സെത്ത് റോളിൻസിൻ്റെ അടുത്തേക്ക് പോയിട്ട് സെത്തിനോട് റോമൻ റീൻസിൻ്റെ ഒറിജിനൽ ബ്ലഡ് ലൈനിലെ 5ാമത്തെ മെമ്പറായി കൊണ്ട് പങ്കെടുക്കാനും സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ റോമൻ്റെ ടീമിൻ്റെ കൂടെ നിൽക്കാനും ആവശ്യപ്പെടുന്നു. സെത്ത് അത് റിജക്റ്റ് ചെയ്യുന്നു. എന്നാൽ സെത്തിൻ്റെ പിന്നാലെ അത് വിടാതെ തന്നെ പിന്തുടരാനാണ് ഇപ്പോൾ സാമി തീരുമാനിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ സാമി സെയിൻ പങ്കുവെക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പിക്കാണ്. അതിലൊരു ബാക്ക് സ്റ്റഡി സെഗ്മെൻറ്റിൽ സാമി സെയിൻ ദ ഷീൽഡിൻ്റെ ആ ഒരു സിമ്പിൾ 3 കൈയും വെക്കുന്നതിന് സമാനമായി സാമി സെയിൻ കൈ വെക്കുന്നതും റോമൻ റീൻസും സെത്തും അത് നോക്കി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് ബാക്ക് സ്റ്റഡി സെഗ്മെൻറ്റിൽ അന്ന് കാണാൻ സാധിച്ചതാണ്. അതിൻ്റെ ഒരു പിക്ചറാണ് ഇപ്പോൾ സാമി പങ്കുവെക്കുന്നത്. അപ്പോൾ റോമനും സെത്തും ഇടത്തും വലത്തു നിന്നും അത് നോക്കി നിൽക്കുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ടീമായിട്ട് കൊണ്ടുപോകാനാണ് അന്ന് സാമി ശ്രമിച്ചത്. അതേ ഒരു നിയോഗം തന്നെയാണ് തനിക്ക് ഇപ്പോഴും ലഭിച്ചിരിക്കുന്നത് എന്നും ഇവരെ ഒരുമിപ്പിക്കാൻ തനിക്ക് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ സാധിക്കും, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ താൻ നടത്തുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ക് ഒരിക്കൽ കൂടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോട്ടോ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. വലിയ ശ്രദ്ധ ആരാധകരുടെ ഇടയിൽ നിന്ന് സാമിയുടെ ഈ ഒരു പോസ്റ്റിന് കിട്ടുന്നുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഈ പോസ്റ്റിന് കീഴെ വരുന്നുണ്ട്. എന്തായാലും ഓൾറെഡി അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. സാമി സെത്തിനെ വിടാതെ ഈ ഒറിജിനൽ ബ്ലഡിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് സർവൈവർ സീരീസിൽ പങ്കെടുപ്പിക്കാനുള്ള മാക്സിമം ശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന അപ്ഡേറ്റ്സുകൾ. ഇതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.